നമസ്കാരം, deepakthonnakkal'media എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ മുമ്പ് ഇട്ടിരുന്ന കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് പറഞ്ഞിരുന്ന ഒരു മൈക്കിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു മൈക്ക് പുതിയതൊരെണ്ണം വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇടാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ട് വഴിയാണ് ഈ മൈക്ക് വാങ്ങിച്ചത്. നമുക്കപ്പോൾ അതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോയയുടെ ഒരു മൈക്കാണ് ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ബോയ BY-M1 എന്ന ബ്രാൻഡിലെ മൈക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിന്റെ വില എന്ന് പറയുന്നത് 739 രൂപയാണ്. ഇങ്ങനെ ഒരു പൗച്ചിലാണ് നമുക്കിപ്പോൾ മൈക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു കാറ്റലോഗ് ഉണ്ട്, പിന്നെ ഒരു വാറണ്ടി കാർഡുണ്ട്. ഇതാണ് ഇതിനകത്ത് ഉള്ളത്. ഇത് നമുക്ക് മൈക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഒരു പാക്കിലായിട്ടാണ് നമുക്ക് മൈക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ മൈക്കായിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ജാക്ക് വരുന്നുണ്ട്, ഒരു ബാറ്ററി, അതിൻ്റെ ഒരു ക്ലിപ്പ്, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്കെന്ന് വരുന്നത്. ഇത് ബോയയുടെ 3.5mm മൈക്കാണ് ഇത് തന്നിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ മൈക്ക് വന്നിരിക്കുന്നത്. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല കേബിളിനൊക്കെ നല്ല നീളമുള്ള ഒരു ഇതാണിത് സംഭവം. ഇതിൻ്റെ ഒരു പൗച്ചിൽ ഇതിൻ്റെ ഒരു ജാക്ക് വരുന്നുണ്ട്. ഒരു ചെറിയൊരു ബാറ്ററി, ഒരു ക്ലിപ്പ് എന്നിവയൊക്കെയെല്ലാം വരുന്നുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു റിവ്യൂ നോക്കാം. ഹലോ കണ്ടല്ലോ, ഇതിൻ്റെ വിശദമായുള്ള റിവ്യൂ പുറകെയുള്ള ബ്ലോഗുകളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയതേ ഉള്ളൂ. ഇതിൻ്റെ വിശദമായിട്ടുള്ള നമ്മൾ ഔട്ട്ഡോറും ഇൻഡോറുമായിട്ടുള്ള റിവ്യൂ ഇനി അടുത്തതുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുക. ഇനിയിപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും ഞാൻ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.